സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്ക് ഇന്നത് കിട്ടാനാണ്, അയാൾ ആളാവാനാണ്, അങ്ങനെ മാത്രമേ ഇയാൾ ചിന്തിക്കുള്ളൂ. ഒരാളെ കുറിച്ച് ഇയാൾക്ക് നല്ല വിചാരം ഉണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ തെറ്റ്, പലിശ. രണ്ടാമത്തെ തെറ്റേതാ? മരണം മോശമാവുന്ന 8 തെറ്റുകുറ്റങ്ങളിൽ രണ്ടാമത്തത് മുആദത്തു ഔലിയാ ഇല്ലാഹി തആല വ ഉലമാഇദ്ദീനി വ അഹ്ലി ബൈത്തി ത്വാഹിരീൻ. ആലിമീങ്ങളോട് ശത്രുത ഉണ്ടാവുക, സ്വാലിഹീങ്ങളോട് വെറുപ്പുണ്ടാവുക, തങ്ങന്മാരെ കുറ്റം പറയുക, തങ്ങന്മാരോട് വെറുപ്പുണ്ടാവുക. തങ്ങന്മാർക്ക് സമൂഹത്തിൽ വലിയ ബഹുമാനം ഉണ്ടാവും, ആ ബഹുമാനമൊന്നും ഇയാൾക്ക് തീരെ പിടിക്കണില്ല. ആലിമീങ്ങളെ എല്ലാവരും ഫോളോ ചെയ്യുമ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് അതിനെ എതിർക്കുന്നു. സോഷ്യൽ മീഡിയ കാലം അതിനു വേണ്ടിയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഒരൊറ്റ ആലിമിനെയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഏത് സംഘടനക്കാരനാണെങ്കിലും ആലിമിനെ തൊട്ടാൽ പിന്നെ നമ്മൾ ആഖിറം പോകും. ലാ തഗ്തബൻ അഹദൻ, ഒരാളെയും നീ ഗീബത്ത് പറയരുത്. ഫളൻ അനിൽ ഉലമ, വിശേഷിച്ച് ആലിമിനെ കുറ്റം പറയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഗീബത്തും നമീമത്തൊക്കെ വ്യാപകമായ കാലാണ്. യഥാർത്ഥത്തിൽ ആഖിറത്തിൽ പാപ്പറാവേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടല്ലോ, ഈ തുലാസ് എനിക്കൊന്ന് കാണിച്ചു തരുമോ? കണ്ട ഉടനെ ദാവൂദ് നബി ബോധം കെട്ട് വീണുപോയി. ദാവൂദ് നബി ബോധം തെളിഞ്ഞതിന് ശേഷം ചോദിക്കുന്നുണ്ട്, ഇത്ര വലിപ്പുള്ള തുലാസാക്കിയാലേ എങ്ങനെയൊന്ന് ഇറക്ക റബ്ബേ. ആകാശഭൂമികൾ ഈ നന്മയുടെ തട്ടിൽ വെച്ചാൽ വലിയ ചെമ്പ് പാത്രത്തില് ഒരു കോയനിട്ട ഫീലിംഗ് ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. മനുഷ്യന്മാര് കുറെ അമലുണ്ട് എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നാൽ ഒരു ഈച്ചന്റെ ചിറകിന്റെ അത്ര പോലും ഖനം ഉണ്ടാവില്ല എന്ന് ഹദീസിൽ കാണാം. ആ നന്മയുടെ തട്ട് നിറക്കണമെങ്കിൽ എത്ര പണിയുണ്ട്. അതന്നെ നമ്മുടെ പൊട്ടിയ പൊളിഞ്ഞ ഇബാദത്ത്, ഖുശൂ ഇല്ലാത്ത, ഭയഭക്തി ഇല്ലാത്ത, ഷർത്തൊക്കാത്ത കുറേ പൊട്ടിയും പൊളിഞ്ഞ ഇബാദത്താണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത്. ഇതുകൊണ്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ബോണസ് മാർക്കൊക്കെ കിട്ടി, അമലുഹു മുളാഫ്, കുറച്ച് വർദ്ധിത മൂല്യമൊക്കെ കിട്ടി രക്ഷപ്പെടാനിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ഗീബത്തും നമീമത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് കൊണ്ടുപോകും. അത് ആരെ പറഞ്ഞാലും അങ്ങനെ തന്നെ. ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയുന്നുണ്ട്, ചില മക്കളുടെ അടുത്ത് ഉമ്മ വരുമ്പോ തന്നെ ഉമ്മാക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം മലക്കൾ പറഞ്ഞു കൊടുക്കും, ഈ മോനെ അയാളെ ഭാര്യനോട് നിന്നെ കുറിച്ച് കുറെ ഗീബത്ത് പറഞ്ഞു. അപ്പൊ ഉമ്മാക്ക് ആഖിറത്തിൽ അൽഹംദുലില്ലാഹ്, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ കുടുങ്ങി പരാജയപ്പെട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. എൻ്റെ മോനൻ എനിക്ക് സംഭാവന ചെയ്യുന്നുണ്ടല്ലോ, ഈ മോന്റെ ഹജ്ജും ഉംറയൊക്കെ കൊണ്ടുപോകും. ഉമ്മ എല്ലാവരും അവിടെ നഫ്സി നഫ്സി എന്ന് പറയുമ്പോ സ്വന്തം ഉമ്മ എന്നെ മക്കളെടുത്ത് നീ ഇബാദത്ത് കൊണ്ടുപോകും. ഒരാളും സ്വന്തം സ്വർഗ സീറ്റ് ഉറപ്പിക്കാതെ മറ്റുള്ളാക്ക് ശഫാഅത്തൊന്നും ചെയ്യൂല. അവനവന്റെ സ്വർഗ സീറ്റ് ആദ്യം ഉറപ്പിക്കും, എന്നിട്ടേ ബാക്കിയുള്ളവര് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടിയുള്ളൂ, ചിന്തിക്കേണ്ടിയുള്ളൂ. ഉമ്മ വന്നിട്ട് മക്കളുടെ ഇബാദത്തുണ്ട്. ഉമ്മ മോനോട് പറഞ്ഞു, എന്തടാ റമദാനല്ലേ, ഈ മാസമാണോ നീ മറ്റേ മാളിലൊക്കെ പോക്ക്, ബീച്ചൊക്കെ പോക്ക്, റമദാനെ ബഹുമാനിക്കേണ്ട 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുക, അത് കഴിഞ്ഞിട്ട് നേരെ ബീച്ചിൽ പോവുക. എടാ റമദാനോട് ഒരു ബഹുമാനം വേണ്ടേ എന്ന് മോനോട് പറഞ്ഞു. ആ മോനെ റൂമിൽ കയറിയിട്ട് വൈഫിനോട് പറയാം, തന്ത വൈബ് ഈരാന്ത പഠിക്കുന്നു, എന്താ ആരെ പറഞ്ഞ കുറ്റം? ഉമ്മാനെ. അന്നത്തെ തറാവീഹ് ഉമ്മാന്റെ അക്കൗണ്ടിലേക്ക് പോകും. അത് കണ്ടിട്ട് ഉമ്മാക്ക് ആഖിറത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയേണ്ട ആവശ്യം. അതാരെ ഗീബത്ത് പറഞ്ഞാലും അങ്ങനെ പോവും, പാപ്പറാവും, ആഖിറത്തിൽ പാപ്പറാവും. അതൊരു ആലിമിനെ പറഞ്ഞാലോ, ഇയാൾ സിറാത്ത് പാലത്തിൽ നിന്നിട്ട് ഇയാൾ അങ്ങ് കുടുങ്ങി ഉരുകിപ്പോയിട്ട് നരകത്തിലേക്ക് പോകും. അത്രേ
ആലിമീങ്ങൾ പറഞ്ഞാൽ അതിന് നിൽക്കരുത്. ലുഹൂമുൽ ഉലമാഇ മസ്മൂമാ, ആലിമീങ്ങളെ മാംസം വിഷാണ്. അത് നമ്മളെ ഈമാൻ അങ്ങ് ഇല്ലാതാക്കി കളയും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ ഒരു തേള് വന്ന് കടിച്ചു. അബൂ ഹനീഫ തങ്ങൾ അതെങ്ങനെ ചൊട്ടി താഴെ വീണു. ശിഷ്യന്മാര് അതിനെ കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൽമിന്റെ അഹലുകാരെ മാംസവും രക്തമൊക്കെ വിഷയല്ലേ, അപ്പൊ നിങ്ങൾ എന്തിനാ കൊല്ലണത്? നോക്കുമ്പോൾ ആ തേള് ചത്തിട്ടുണ്ട്. ആലിമീങ്ങളെ ഗീബത്ത് പറയുന്ന മനുഷ്യന്മാരൊക്കെ കൽബ് ചത്തുപോയിട്ടുണ്ടാവും. പിന്നെ കൽബ് മരിച്ചുപോയത് മനസ്സിലാവൂല. അതെങ്ങനെ മനസ്സിലാവല്? അത് മനസ്സിലാവണമെങ്കിൽ ഹദ്ദാദ് ഇമാമിന്റെ കിതാബിലുണ്ടല്ലോ, അത് മനസ്സിലാവണമെങ്കിൽ ഒന്ന് അരച്ചു നോക്കിയാൽ മതി. മാ ദവാഉ മൻ യതസക്കലു അനിൽ ഖൈറാത്തി വയമീലു ഇല ശഹ്വാത്ത് മാ ഹുബ്ബിഹി ലിൽ ഖൈരി വാഹിലി വബുഅദിഹി ലിശ്ശരി വാഹിലി. വാട്സപ്പ് നോക്കുമ്പോൾ ഉറക്കൊന്നും വരുന്നില്ല, ഇൻസ്റ്റ നോക്കുമ്പോൾ ഒന്നുമില്ല, ഖുർആൻ എടുക്കുമ്പോൾ ഭയങ്കര ഉറക്ക്, കണ്ണറാറ്റുണ്ടാകുമ്പോ ഒന്ന് മന്ദിരിക്കുമോ. ഈ രോഗം ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അയാളുടെ കൽബ് മരിച്ചു പോകുന്നുണ്ട്. അൽക്കഫ് ഓതുമ്പോ ഉറക്കം വരുന്നു, അതേ അൽക്കഫിന്റെ ഖുർആന്റെ ഏട് അങ്ങോട്ട് മടക്കി വെച്ചിട്ട് വേറെ ഏതെങ്കിലും തെറ്റായ അനാവശ്യ കാര്യങ്ങളിൽ എൻഗേജ് ആകുമ്പോൾ ഓരോ ഉറക്കമില്ല. തറാവീഹ് എത്രയായി? ഉറക്കം വരുന്നു. അതേ മനുഷ്യൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഉപ്പിലിട്ടതോ ഫുൾ ജാറിലോ എൻഗേജ് ആയാൽ ഒരുറക്കം ഉണ്ടാവില്ല. അതന്നല്ലേ പ്രശ്നം? അതന്നല്ലേ പ്രശ്നം? ഒരാളുടെ കൽബ് മരിച്ചുപോയാൽ അയാളിൽ ഉണ്ടാവുന്ന 3 അടയാളങ്ങൾ തഫാസീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒന്ന്, അല്ലാ യജിദ ലിത്വാഅത്തി സമറ, ഇബാദത്ത് ചെയ്യാൻ രസം ഉണ്ടാവില്ല, ഇബാദത്തിനൊരു മധുരം ഉണ്ടാവില്ല. സതേ നാളെ മാസം കാണൂല, 29-ന് തീരൂല റമദാൻ, 30 ആവില്ലല്ലോ. വെയില് നല്ല പറഞ്ഞ എന്തൊരു വെയിലല്ലേ, പണ്ടൊന്നും ഇങ്ങനെ വെയിലില്ലേ കണ്ടാ. എങ്ങനെയെങ്കിൽ റമദാൻ തീരണം എന്നാ ഇവര് വിചാരിക്കണത്. അല്ലാ യജിദ ലിത്വാഅത്തി സമറ, ചെയ്യുന്ന ഇബാദത്തിന് ആനന്ദം കിട്ടൂല, അയാളുടെ ഖൽബ് മരിച്ചു പോകുന്നുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ്. രണ്ടാമത്തത്, തെറ്റ് ചെയ്യാൻ അയാൾക്ക് പേടിയുണ്ടാവില്ല, ഒരു പേടിയുണ്ടാവില്ല, ഗംഭീരമായി തെറ്റ് ചെയ്യും. ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയും അള്ളാഹു തൗബ സ്വീകരിക്കുന്ന ആളല്ലേ, അള്ളാഹു ഗാഫിറല്ലേ, അള്ളാഹു ഗഫാറല്ലേ, അള്ളാഹു ഗഫൂർ അല്ലേ. കണ്ടോ, അയാൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അതാ ഏറ്റവും വലിയ പ്രശ്നം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ത്? മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഇബ്ലീസിന്റെ ചതിക്കുഴികളെ കുറിച്ച് പറയുന്ന കിതാബിൽ പറയുന്നതാണ്, ചിലര് തെറ്റ് ചെയ്യും എന്നിട്ട് പറയും അള്ളാഹു പുറത്തു തരുമല്ലോ. എടാ മോനെ, അള്ളാഹു പുറത്ത് തന്നു തന്നെ വിചാരിക്കുക, നിന്റെ തൗബ സ്വീകരിച്ചു. ഈ തൗബ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് എവിടുന്നാ മനസ്സിലാവുക? ആഖിറത്ത്. നീ സ്വർഗത്തിലേക്ക് പോയിക്കോളി, പേടിച്ചുരുക്കി നിൽക്കുമ്പോഴാണ് നിന്നോട് അത് പറയാം, സ്വർഗത്തിലേക്ക് പോയിക്കോളി. അങ്ങനെ രക്ഷപ്പെട്ട് എന്ന് വിചാരിക്കുമ്പോഴാണ് കർട്ടന്റെ അപ്പുറത്തേക്ക് അള്ളാഹു വിളിക്കും, ഇങ്ങോട്ട് വാ, സ്വർഗത്തിൽ പോകുന്നതിനും ഇങ്ങോട്ട് വാ. പിന്നെ നീ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഞാനൊന്നും അറിയില്ല എന്ന് വിചാരിക്കരുത്, ഞാനെല്ലാം അറിഞ്ഞിട്ടുണ്ട്, അത് അറിയുന്നതോട് കൂടി തന്നെയാണ് പുറത്തു വന്നത്, നീ ഇന്നതൊക്കെ ചെയ്തിട്ടില്ലേ. അതാ മഹാന്മാര് പറഞ്ഞത്, നരകത്തിൽ പോകുന്നതിനേക്കാൾ കടുപ്പാണ് അള്ളാന്റെ ഈ ചോദ്യം. എങ്ങനെ ഫേസ് ചെയ്യ? എങ്ങനെ ഫേസ് ചെയ്യ? എന്ത് ധൈര്യത്തിലാ നമ്മൾ തെറ്റ് ചെയ്യ? ഏത് ധൈര്യത്തിലാ തെറ്റ് ചെയ്യ? അള്ളാഹു ചോദിക്കൂലേ, നീ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ആളെ മുമ്പിൽ നിന്ന് അത് പറയാതെ വഷളാക്കാതെ നിന്നതാണ്, പുറത്ത് തന്നിട്ടുണ്ട്, ശരിയാണ്, പക്ഷെ ഞാൻ തെറ്റ് അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചേക്കരുത്. ഈ ചോദ്യം മഹാന്മാർ എഴുതി വെക്കുക. നരകം കിട്ടുന്നതിനേക്കാൾ കടുപ്പല്ലേ, അള്ളാഹിനേക്കാൾ വലുത് ഇനി ആരാ നമുക്ക് ഉള്ളത്? ആ അള്ളാഹല്ലേ നേരിട്ട് ചോദിക്കണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെ ഹൃദയം കേടുവന്നാൽ അയാൾക്ക് തെറ്റ് ചെയ്യാൻ ഒരു പേടി ഉണ്ടാവില്ല. ഒരു വാഴ കേൾക്കുന്നു വാട്സപ്പിൽ നിന്ന്, അല്ലെങ്കിൽ സ്റ്റാറ്റസ് നിന്ന്, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന്, അതേ യൂട്യൂബിൽ തന്നെ പിന്നെയും ഹറാമ് ചെയ്യും. ഒരു പേടിയുണ്ട് അയാൾക്കുണ്ടാവില്ല, ഒരു പേടി അയാൾക്കുണ്ടാവില്ല. എന്തേ കാരണം? അയാളുടെ ഖൽബിന് രോഗം വന്നുപോയി. മൂന്നാമത്തത്, ആര് മരിച്ചാലും
ഞാൻ മരിക്കും എന്ന ചിന്ത അയാൾക്ക് ഉണ്ടാവില്ല. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊന്റെ വിവിധ തരം സ്റ്റിക്കർ ഉപരിക്കുണ്ടാവും വാട്സപ്പിൽ ഇടാനേ, ആരെങ്കിലും മരിച്ചാൽ ഇടാനേ. ഇതേപോലെ ഞാനും മരിക്കേണ്ടതാണ് എന്ന ചിന്ത അയാളെ ഒരു ഭാഗത്തും ചിന്ത വന്നിട്ടുണ്ടാവില്ല. ഇതാണ് ഒരാളുടെ ഖൽബ് മരിച്ചുപോയതിന്റെ, രോഗം പിടിച്ചതിന്റെ അടയാളമെന്ന് റൂഹുൽ ബയാൻ അടക്കമുള്ള തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം. എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നത്? അതിന്റെ കാരണമാണ് അയിമ്മത്ത് എഴുതി വെച്ചത്. ആലിമീങ്ങളെ തെറി പറയൽ, സോഷ്യൽ മീഡിയ അതിനു വേണ്ടിയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ആഖിബത്ത് നമ്മളാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. ഒരു വിഭാഗം ആലിമിനെയും നമ്മൾ പറയാൻ പാടില്ല. അവർ അല്ലാഹുവിന്റെ പ്രകാശ ഗോപുരങ്ങളാണ്. വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസാബിഹ്. അവരെ കുറിച്ച് ഖുർആനും ഹദീസും പറഞ്ഞത് നക്ഷത്രങ്ങളാണ് ആലിമീങ്ങൾ എന്നാണ്. നക്ഷത്രം എപ്പോഴും വെളിച്ചമാണ്, ആലിമീങ്ങൾ എപ്പോഴും ലോകത്തിന് വെളിച്ചമാണ്. നക്ഷത്രം ആകാശത്തിന് അലങ്കാരമാണ്, ആലിമീങ്ങൾ ലോകത്തിന് അലങ്കാരമാണ്. നക്ഷത്രങ്ങൾ കണ്ടിട്ട് യാത്ര ചെയ്യുന്ന കപ്പൽ യാത്രക്കാരുണ്ട്, ദിശ നിർണയിച്ചു കൊടുക്കും നക്ഷത്രങ്ങൾ. അതുപോലെ വഴിതെറ്റിയവരെ നേർമാർഗത്തിലേക്ക് എത്തിക്കുന്നവരാണ് ആലിമീങ്ങൾ. അവരെ നിസ്സാരപ്പെടുത്താൻ പലരും ശ്രമിക്കും. ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ സംസാരത്തിന്റെ ഒരു ശകലം കട്ടെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയ അലക്കി തേക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൊന്നാം നമ്പറായിട്ട് വഹാബികൾ ഉണ്ടാകും. അതിൽ നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല. ഒരാളെ ഗീബത്ത് പറയുമ്പോ, നമീമത്ത് പറയുമ്പോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഷെഹ്റാൻ ഇമാം പറഞ്ഞത്, അയാളെക്കാൾ നല്ല ആളാണെങ്കിൽ നമ്മളെ ചിന്തക്ക് തന്നെ കേടുണ്ട്, നമ്മൾ നല്ല ആളാണെന്നുള്ള ചിന്ത വരുമ്പോൾ. അയാളെക്കാൾ മോശമാണെങ്കിൽ നീ എന്തിനാ പിന്നെ ആ പരിപാടിക്ക് നിൽക്കാൻ പോണത്? നീ നന്നാവാനല്ലേ ശ്രമിക്കേണ്ടത്. ഒരാളെ അള്ളാഹു ഏറ്റെടുത്താൽ അയാളെ ഉന്നത സ്ഥാനത്ത് എത്തിക്കണമെന്ന് അള്ളാഹ്ക്ക് താല്പര്യമുണ്ട്. അയാൾക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ഇല്ലതാനും, അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ഇല്ല. അയാൾക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുക്കണമെന്ന് അള്ളാഹുക്ക് താല്പര്യമുണ്ട്. എന്നാ അള്ളാഹ് എന്താ ചെയ്യുക? സ്വർഗത്തിലേക്ക് മനുഷ്യന്മാരെ എത്തല് അള്ളാഹുവിന്റെ ഫضല് കൊണ്ടും റഹ്മത്തും കൊണ്ടുമാണ്. സ്വർഗത്തിലെ സ്ഥാനങ്ങൾ നിർണയിക്കുന്നത് അവരവര് ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചാണ്. അതാണ് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ എന്ന് പറയുന്നതിന്റെ ഒരു താല്പര്യം. ഇയാളെ ഗംഭീര സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് അള്ളാഹ്ക്കുണ്ട്. അയാൾക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അമൽ ഇല്ലതാനും. അങ്ങനെയെങ്കിൽ അള്ളാഹ് എന്താ ചെയ്യുന്നറിയാം? ആ ഉസ്താദിനെ അല്ലെങ്കിൽ ആ ആലിമിനെ, ആ സ്വാലിഹായ മനുഷ്യനെ, ആ സയ്യിദിനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കും. 2 ദിവസത്തേക്ക് മീഡിയക്ക് വിട്ടുകൊടുക്കും.